നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പം ഇന്ന് അങ്ങോട്ട് പോവുകയാണ്. പെട്ടെന്ന് തീരുമാനിച്ചൊരു പ്ലാനാണ് കേട്ടോ. നമ്മുടെ വർക്ക് ഏകദേശം ഒരു 7 മണിക്കായപ്പോൾ തീർന്നപ്പോൾ ഞങ്ങൾ വെച്ചെന്നാൽ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന്. കാരണം ഇന്നൊന്നും നമുക്ക് ഫ്രീ ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്ന് ഫ്രീ ആയപ്പോൾ ഞങ്ങൾ വെച്ചെന്നാൽ വേഗം പോയിട്ട് വരാമെന്ന്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഡ്രസ്സും മാറ്റി പെട്ടെന്ന് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ നടക്കാൻ. അങ്ങനെ നമ്മൾ സാധനം വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ പോയത്. കാരണം അവിടെ ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും അടയ്ക്കും. പിന്നെ നമ്മൾ സാധനമൊക്കെ വാങ്ങി വരുമ്പോഴത്തേനും പിന്നെ നമുക്ക് കിട്ടാതെയാവും. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് പിന്നെയാണ് സാധനം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഷോപ്പിംഗ് മോളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഇതേപോലത്തെ കുറേ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ ഇത് നോക്കും, ഒന്നും വാങ്ങാറൊന്നുമില്ല. റേറ്റ് വലിയ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വാലൻറ്റൈൻസ് ഡേ ആ ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നല്ല റെഡ് കളറിൽ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ അകത്തിരുന്നിട്ട് കുറേ കപ്പിൾസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് പേരെയൊന്നും കാണാഞ്ഞത്. ചിലപ്പോൾ പകലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ കുറേ പേരെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ചുറ്റി കറങ്ങിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ നേരമൊന്നും നിൽക്കാൻ പറ്റില്ല. 8:30 ആകുമ്പോഴത്തേക്കും ഇതൊക്കെ അടയ്ക്കും. അതിന് മുമ്പേ നമ്മൾ കയറി സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലെടുക്കാൻ പോകണം. 8 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഇതുള്ളൂ, പ്രവേശനമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കയറാനും പറ്റില്ല, നമുക്ക് സാധനമൊന്നും വാങ്ങാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. അതേപോലെ നമുക്ക് ഇവിടെ നമുക്ക് മല്ലിച്ചപ്പ്, കരിവേപ്പില, മുളക് ഇതൊക്കെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ. ചെടിയായിട്ട് ഒരു 200-300 ആ റേറ്റിൽ കിട്ടും കേട്ടോ. നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ തീരുന്ന സമയത്ത് ആരാണോ ഫ്രീ അവർ പോയിട്ട് സാധനം വാങ്ങിയിട്ട് വരലാണ് കേട്ടോ. നടക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വെയിറ്റുള്ള സംഭവങ്ങളൊന്നും എടുക്കാറില്ല. അത്യാവശ്യത്തിനുള്ളത് മാത്രം ഇതേപോലെ എടുത്തിട്ട് വരും. മെയിനായിട്ട് ഞങ്ങൾ പച്ചക്കറിയാണ് കേട്ടോ നമുക്ക് എപ്പോഴും ആവശ്യം വരാറുള്ളത്. പച്ചക്കറിക്കാണ് ഇവിടെ കൂടുതൽ റേറ്റ് ഉള്ളത് തന്നെ, നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പാക്കറ്റിൽ നമുക്ക് വേണ്ടതിട്ടിട്ട് നമ്മളിങ്ങനെ ഇവിടെ തൂക്കുന്ന സ്ഥലമില്ലേ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് വെയിറ്റ് നോക്കിയിട്ട് പറയും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എടുക്കുന്നത് 1/2 കിലോ ആയിരിക്കും, 1 കിലോ ആയിരിക്കും. നമ്മളിങ്ങനെ അവർ തൂക്കി അവിടെ വിൽക്കാറില്ല, നമ്മളിങ്ങനെ എടുത്തിട്ട് അങ്ങനെ പോയിട്ട് വെയിറ്റ് നോക്കിയിട്ട് എടുക്കലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ബാഗും പിന്നെ ഒരു സഞ്ചി, അതാണ് മെയിനായിട്ട് എപ്പോൾ പോകുമ്പോഴും കൊണ്ടുപോകാറുള്ളത്. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഐറ്റംസ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ എല്ലാം വാങ്ങി നമ്മൾ പുറത്ത് വന്നപ്പം ഈ വാലൻറ്റൈൻസ് ഡേ പ്രമാണിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല, ഈ കട ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ കണ്ടത്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഒന്ന് ഇത് എന്താണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങി. ഇതിൻ്റെ പേരാണ് കേട്ടോ ഇത് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്ന മലായി ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. 100 രൂപയാണ് കേട്ടോ ഈ ഒരു കപ്പിന്. ഞങ്ങളവിടെ ഫസ്റ്റ് ടൈമാണ് ആ കട കാണുന്നത്. അപ്പോൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. എന്തായാലും വെറുതെ വേസ്റ്റ് ആയിട്ടില്ല പൈസ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും കേട്ടോ. അത് നമ്മൾ മലായി കഴിക്കുമ്പം തന്നെ അങ്ങനെ തന്നെയാണല്ലോ, അതേപോലെ കുറേ കഴിക്കുമ്പോൾ ഭയങ്കര മടുപ്പാണ് കേട്ടോ. ഇതിൻ്റെ അകത്തിട്ടിട്ടുണ്ടായിരുന്ന ആ കടലയില്ലേ, അതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. മലായി മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യില്ല. ഇതിങ്ങനെ ഒരു ക്രഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അവരിട്ട് തന്നപ്പോൾ കുറച്ചും കൂടി ഇടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധനം കഴിക്കാൻ. അങ്ങനെ നമ്മൾ ഈ മലായി കഴിക്കുന്ന ആ സമയം കൊണ്ട് നമ്മൾ പാനിനി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മലായി ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാനിനി എത്തിയിട്ടുണ്ട്. ഇത് പാനിനി പ്ലേറ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ സാലഡും ഉണ്ടാവും, അതേപോലെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാനിനി മാത്രമായിട്ട് വാങ്ങാം. രണ്ടിനും റേറ്റ് വ്യത്യാസമുണ്ട്. ഇതിന് 200 രൂപയാണ്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 രൂപ എക്സ്ട്രാ കൊടുക്കണം, അല്ലെങ്കിൽ 200 രൂപയാണ്. ഈ ഒരു പ്ലേറ്റ് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് 2 പേർക്ക് സുഖമായിട്ട് വിശപ്പ് മാറും കേട്ടോ. അത്രയ്ക്ക് വലിയ സൈസിലാണുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും തന്നെ ആയതുകൊണ്ട് തന്നെ പതുക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഭയങ്കര വെയിറ്റ് ആയിരുന്നു. സാധനം വാങ്ങി എല്ലാം കഴിഞ്ഞപ്പം അത്യാവശ്യത്തിനായി. അങ്ങനെ വീട്ടിലെത്തി
ഇനി സാധനങ്ങളൊക്കെ യഥാസ്ഥാനത്ത് എടുത്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത പണി. വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഇനി കുളിയും കാര്യങ്ങളൊക്കെ. ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും, പിന്നെ നമുക്ക് മടിയാവും. കാരണം പോയി വന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ. അതേപോലെ സാധനം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് പച്ചക്കറി വെക്കാൻ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ അല്ലാത്ത കുറച്ച് ഐറ്റംസ് നമ്മുടെ ഈ കബോർഡില്ല അതിലാണ് കേട്ടോ വെക്കാറ്. കാരണം ഇവിടെ ഭയങ്കര ഉറുമ്പാണ്. എന്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാലും ഒരു സെക്കൻഡ് കൊണ്ടാണ് ഉറുമ്പെടുത്തിട്ട് പോവുക. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സാധനവും അതിൻ്റെ അകത്ത് കയറ്റി വെക്കും. പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് ഏട്ടന് വേണ്ടിയിട്ട് ഐസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 4 സെറ്റുള്ള ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഏട്ടൻ പാനിനൊന്നും കഴിക്കാത്തതുകൊണ്ട് ഐസ് വാങ്ങി കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.